Hello, good afternoon. Good afternoon. Good afternoon. ഓക്കെ, പല കോളേജിലും ഇപ്പോ ക്ലാസ് നടക്കുകയാണല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാനുണ്ട. ക്ലാസ് ഉള്ളവർ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു ഈ സമയത്ത്. അപ്പൊ അതുകൊണ്ട് ലൈവിൽ ആരും കയറിയിട്ടില്ല. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് ഇരിക്കണം എന്നില്ല. ഇതിനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് തരാം. നിങ്ങൾ സമാധാനം പോലെ കേട്ടാലും മതിയാകും. അതല്ല ലൈവ് തന്നെ കേൾക്കണം എന്നാണെങ്കിൽ അത്തരം ആഗ്രഹമുള്ളവർ മാത്രം ലൈവ് അറ്റൻഡ് ചെയ്താലും മതിയാവും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എക്സാം പാറ്റേൺ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രകാരം യൂണിവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ അതിലേക്ക് വരുന്നതിന് മുന്നേ 5 ഇയർ LLBക്ക് 2 പേപ്പർ, ടോർട്ടിലോ കോൺട്രാക്റ്റിലോ. അതേപോലെ തന്നെ യൂണിറ്ററി LLBക്ക് 6 പേപ്പർ, ലീഗൽ ലാംഗ്വേജ്, ക്രൈം, ഫാമിലി, കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ കോൺട്രാക്ട്, ടോർട്ട്. ഇങ്ങനെ 6 സബ്ജക്ട്സ് ആണ് യൂണിറ്ററിക്കുള്ളത്. അപ്പോ ലോ പേപ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഓരോ യൂണിവേഴ്സിറ്റിയിലും ഡിഫറെന്റ് പാറ്റേൺ ആണ്. MG യൂണിവേഴ്സിറ്റിയുടെ പോലെ അല്ല കാലിക്കറ്റിൻ്റെത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഷോർട്ട് ആൻഡ് ഒരു പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, ഇങ്ങനെ 3 പാർട്ടായിട്ട് ഉണ്ടാകും. അതിൽ ആദ്യത്തത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ ചോദിക്കുന്നത്. പാർട്ട് ബിയിൽ ചോദിക്കുന്നത് 10 മാർക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാർട്ട് സിയിൽ ചോദിക്കുന്നത് essay ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ പാർട്ട് എയിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നറിയാവോ? എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? ഏകദേശം 8ഓളം ക്വസ്റ്റ്യൻസ് പാർട്ട് എയിൽ 8 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയാകും? 6 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. 8 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ള 6 എണ്ണം വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. അതിൽ ഒരെണ്ണം അറ്റൻഡ് ചെയ്ത് നിങ്ങൾ കേസിൽ ഉൾപ്പെടെ ഒരു 2-2.25 പേജ് വെച്ച് ഏകദേശം എഴുതണം. നിങ്ങൾക്ക് 36 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി തരുന്നത്. അഡീഷണൽ പേപ്പേഴ്സ് പ്രൊവൈഡ് ആകുന്നതല്ല. MG യൂണിവേഴ്സിറ്റിയിലൊന്നും അങ്ങനെയല്ല. MG യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്ര പേപ്പർ വേണമെങ്കിലും എടുക്കാം. പക്ഷെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല. 36 പേജുള്ള ബുക്ക്ലെറ്റ് തരും. 36 പേജിൽ നിങ്ങൾ എഴുതി തീർക്കണം. 36 പേജിൽ തീർക്കുമ്പോൾ എന്ത് ചെയ്യണം? കറക്റ്റ് കാര്യങ്ങൾ വേണം എഴുതാൻ. വിശദീകരണങ്ങളാകാം, പക്ഷെ അനാവശ്യമായ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. അപ്പോ 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഏകദേശം 2 to 2.5 പേജിന്റെ ഇടയിൽ എഴുതി നിർത്തലായിരിക്കും ബെറ്റർ. ആ 2 to 2.5 പേജിന്റെ അകത്ത് ഒരു കേസ് ലോ, ചുരുങ്ങിയത് 1-2 കേസ് ലോസ് ആഡ് ചെയ്ത് അതിന്റെ എക്സ്പ്ലനേഷൻസ് എഴുതിയാൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 5-ൽ 5 കിട്ടണം എന്നില്ല. ഏകദേശം 4.5 മാർക്കോടുകൂടി ഏറ്റവും നന്നായിട്ട് എഴുതുന്ന കുട്ടികൾക്ക് 4.5 കൊടുക്കാറുണ്ട്. വളരെ എക്സെപ്ഷണൽ കേസസിൽ മാത്രം 5 മാർക്കും കിട്ടും. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് കോൺട്രാക്ട് ലോയിലെ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഒരു ഷോർട്ട് ആൻസർ ആയി തന്നു വിചാരിക്കാം. ഷോർട്ട് ആൻസർ അല്ല, 5 മാർക്ക്. സോറി, കട്ടായി പോയതാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? Yes. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോ ടോർട്ട് ലോയിൽ കോൺട്രാക്റ്റിലെ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ആണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ പ്രിവിറ്റി എന്താണെന്ന് എഴുതണം. കോൺട്രാക്റ്റിൽ പ്രിവിറ്റി എങ്ങനെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് എഴുതണം. പ്രിവിറ്റി കൊണ്ടുവന്ന കേസ് ഉണ്ട്, ട്വീഡൽ വേഴ്സസ് അറ്റ്കിൻസൺ എന്ന് പറഞ്ഞ കേസ്. ആ കേസിനെ പറ്റി എഴുതണം. പിന്നെ അത് അപ്ലൈ ചെയ്ത വേറെയും കേസുകളുണ്ട്. ഡെൻലൂബിന്റെ സെൽഫ് റിച്ച് കമ്പനീന്റെ ഒരു കേസ് ഉണ്ട്, അതും എഴുതണം. പിന്നെ അതിന് എക്സെപ്ഷൻസ് ഉണ്ട്. അത്രയും കാര്യങ്ങൾ എഴുതണം. ഇത് ഓരോന്നും വിശദീകരിക്കണം. അങ്ങനെ വിശദീകരിക്കുമ്പോൾ ഏകദേശം 2-2.5 പേജിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ വിശദീകരിക്കണം. അപ്പൊ 2-2.5 പേജ് നിങ്ങൾക്ക് നിർത്താൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഒരു 4 മാർക്ക് എബോവ് കിട്ടും. 2 കേസും നല്ല എക്സ്പ്ലനേഷനും അതിന്റെ പ്രൊവിഷൻസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ പാർട്ട് എ എഴുതുമ്പോൾ എപ്പോഴും എങ്ങനെ എഴുതണം? ഒരുപാട് വിശദീകരണം ആകാൻ പാടില്ല, എന്നാൽ ഭയങ്കര ചുരുക്കിയതോ ആകാൻ പാടില്ല. കറക്റ്റ് കണ്ടന്റ് ഉണ്ടാകണം. അതിന്റെ എക്സ്പ്ലനേറ്ററി ആയിട്ട് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇല്ലസ്ട്രേഷനും കേസ് ലോസും നിർബന്ധമായിട്ട് എഴുതണം. ഇതാണ് പാർട്ട് എ എഴുതേണ്ടത്. 8 എണ്ണത്തിൽ 6 എണ്ണം നിങ്ങൾ എഴുതുക.
ഇനി പാർട്ട് ബിയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് കിട്ടുന്ന ടൈം 3 മണിക്കൂറായിരിക്കും. ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പാർട്ട് എ ഒക്കെ എഴുതുമ്പോൾ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ഒരു 15 മിനിറ്റ് വെച്ചിട്ടാണ് ആൻസർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 6 ആൻസർ ചെയ്ത് തരാൻ 1.5 മണിക്കൂർ കഴിയും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ട് ബി എഴുതി തീരുമ്പോഴേക്കും നിങ്ങളുടെ ടൈം തീരും. പാർട്ട് സി നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, നിങ്ങൾ എക്സാം ഫെയിൽ ആയി പോകും. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പാർട്ട് എ എഴുതുമ്പോൾ ഒരുപാട് ടൈം എടുക്കരുത്. വളരെ പ്രിസൈസ് ആയിട്ട് ഏറ്റവും സ്പീഡായിട്ട് എഴുതി തീർക്കേണ്ട പാർട്ടാണ് പാർട്ട് എ. നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് മുഴുവൻ ടൈമിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു സമയം, ചുരുങ്ങിയൊരു സമയം, ഒരു 6 7 അങ്ങനെ വളരെ ഫ്യൂ ആയിട്ടുള്ള ഒരു ടൈം മാത്രം എന്ത് ചെയ്യുക, പാർട്ട് എക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുക. പാർട്ട് എയിൽ ഓരോ ക്വസ്റ്റ്യൻ ഒരു 6 7 മിനിറ്റ് വെച്ച് അലോട്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ എഴുതി തീർക്കാൻ നോക്കാം. ഒരു 6 മിനിറ്റ്, ഒരു 7 മിനിറ്റ് കൊടുത്തെന്ന് വിചാരിച്ചു. 7 മിനിറ്റ് നിങ്ങൾ കൊടുത്താൽ ഏകദേശം 6 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന് എത്ര മിനിറ്റ് വരും? 7 × 6 ഏകദേശം 42 മിനിറ്റ്. മാക്സിമം പോയൊരു 45 മിനിറ്റിൽ ആ പാർട്ട് തീർക്കാൻ പറ്റും. അപ്പോൾ ഒരു 7 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്ത് തീർക്കാൻ നോക്കുക. 7-7.5 മിനിറ്റ് ഏറ്റവും പോയാലും മാക്സിമം 7.5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് തീർക്കണം. കേസ് ലോസ് ഞാൻ പറഞ്ഞതുപോലെ അത്രയും കണ്ടൻസ് നിങ്ങൾ എഴുതിയ ഒരു 4 മാർക്ക് എബോ കിട്ടും. അപ്പൊ 75 മാർക്കിൽ ഒരു 30 മാർക്കോളം പാർട്ട് എയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അടുത്തതാണ് പാർട്ട് ബി. പാർട്ട് ബിയില് ചില സമയത്ത് എപ്പോഴും നോർമലായിട്ട് ചോദിക്കുന്നത് 3 പ്രോബ്ലം തന്നിട്ട് 2 എണ്ണം എഴുതാൻ പറയലായിരിക്കും. വളരെ എക്സെപ്ഷണൽ ആയിട്ട് ചില സമയത്ത് 4 എണ്ണം തന്നിട്ട് 2 എണ്ണം എഴുതാൻ പറയും. അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പൊ നോർമലി 3 എണ്ണം തന്നിട്ട് 2 എണ്ണം എഴുതാൻ പറയലായിരിക്കും പാർട്ട് ബി. പാർട്ട് ബി എങ്ങനെ ആൻസർ ചെയ്യണം? പാർട്ട് ബിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്: ഫാക്ട്, ഇഷ്യൂ, ലീഗൽ പ്രൊവിഷൻസ്, ജഡ്ജ്മെന്റ്. അതിന്റെ വീഡിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ട്, പ്രോബ്ലം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ട രീതി അറിയില്ല എങ്കിൽ നിങ്ങൾ അഭിനിഷോരോ അക്കാദമി ഗൂഗിൾ യൂട്യൂബിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ക്ലാസ് ഗ്രൂപ്പിൽ ലിങ്കുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും താഴെ പ്രോബ്ലം ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇട്ടിട്ടുണ്ട് വീഡിയോ. അത് നിങ്ങൾക്ക് നോക്കി അത് മനസ്സിലാക്കാം. അപ്പൊ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾ ഏകദേശം ഒരു 20 മിനിറ്റിൽ കൂടാതെ എടുക്കണം. 20 മിനിറ്റിൽ കൂടാൻ പാടില്ല. അത്രയും കുറഞ്ഞ ടൈം 20 മിനിറ്റ് കൊണ്ട് വേണം ഒരു പ്രോബ്ലം സോൾവ്. പിന്നെ അവസാനം ഡിസിഷൻ എഴുതണം. അപ്പോൾ ഓരോ പ്രോബ്ലംസ്, പല രീതിയിൽ പ്രോബ്ലംസ് ചോദിക്കാം. ഇപ്പൊ കോൺട്രാക്ട് ലോയിൽ തന്നെ ഇഷ്ടംപോലെ ലാൽമാൻ ശുക്ല വേഴ്സസ് ഗൗരിയിടത്തിന്റെ കേസ് ചോദിക്കാം, അല്ലെങ്കിൽ ചിന്നയ്യ വേഴ്സസ് രമയ്യയുടെ കേസ് ചോദിക്കാം, അല്ലെങ്കിൽ ബൾഫർ വേഴ്സസ് ബൾഫറിന്റെ കേസ് ചോദിക്കുക. അങ്ങനെ ഒരുപാട് കേസ് ലോസ് എന്തുണ്ട്, പ്രോബ്ലംസ് ആയിട്ട് ടോർട്ടിലോ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺട്രാക്റ്റിലൊക്കെ ആയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, ആർട്ടിക്കിൾ 12-ഉം 14-ഉം 21-ഉം. അപ്പോൾ കേസ് ലോസ് ഒക്കെ നല്ലതുപോലെ പഠിക്കുക. അതിന്റെ അകത്ത് നിന്ന് ഏതെങ്കിലുമൊക്കെ പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. ഞാൻ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഒരു വോയിസ് ഗ്രൂപ്പിന്റെ അകത്ത് ഇടുന്നുണ്ട്. അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നൊക്കെയാണ് പ്രോബ്ലം വരാൻ ചാൻസ് എന്നുള്ളത്. ഉറപ്പ് പറയാൻ പറ്റില്ല, പലതൊന്നും ചോദിക്കാം. ഞാൻ പറയുന്ന ഭാഗത്തുനിന്ന് വരാതെയും ഇരിക്കാം. എന്നിരുന്നാലും പൊതുവെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, ഒരു വോയിസ് നോട്ട് ആയിട്ട് ഗ്രൂപ്പിന്റെ അകത്ത് ഇടാം. ഇതാണ് പാർട്ട് ബി. പാർട്ട് ബി ഒരു 3 ക്വസ്റ്റ്യൻ, 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിലെന്ത് ചെയ്യുക, 2 എണ്ണം ആൻസർ ചെയ്യേണ്ട ആവശ്യമേ വരുള്ളൂ. അപ്പൊ നേരത്തെ എത്ര മാർക്ക് ഉണ്ട്? പാർട്ട് എയില് ഒരു 20 to 25 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല. ഇത് ഒരു 20 to 25 മിനിറ്റ് കൊണ്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അത് കഴിഞ്ഞാല് പാർട്ട് സി. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി പാർട്ട് എയിൽ 30 മാർക്കിന്റെ ആൻസേഴ്സ് അവിടെ കഴിഞ്ഞു. ഇവിടെ പാർട്ട് ബിയിലോട്ട് വരുമ്പോഴോ, പാർട്ട് ബിയിലൊരു ഏകദേശം 20 മാർക്ക് ഇവിടെയും കഴിഞ്ഞു. അങ്ങനെ ടോട്ടൽ എത്രയായി? 50 മാർക്കായി. ഇനി ബാക്കിയുള്ളത് 25 മാർക്കാണ്. പാർട്ട് സിയിൽ 3 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ അകത്ത് 2 ക്വസ്റ്റ്യൻ ആയിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 12.5 മാർക്ക് വെച്ചായിരിക്കും എസ് എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എസ് എ തുടങ്ങി 6-നുള്ളിൽ നിങ്ങൾക്ക് നിർത്താം. അപ്പോൾ വളരെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ്. ഇപ്പോൾ കോൺട്രാക്ട് ലോയിൽ തന്നെ കോൺട്രാക്ട് ഡിസ്ചാർജ് ആകുന്ന രീതികൾ ഏതൊക്കെയാണെന്ന് ഒരു എസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ബൈ ആക്ച്വൽ പെർഫോമൻസ് ഉണ്ട്, ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഉണ്ട്, ബൈ ഇമ്പോസിബിലിറ്റി ഉണ്ട്, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ഉണ്ട്, ബൈ ലാപ്സ് ഓഫ് ടൈം ഉണ്ട്, ബൈ നൊവേഷൻ ഉണ്ട്, റെമിഷൻ ഉണ്ട്, റെസിഷൻ ഉണ്ട്, ആൾട്ടർനേഷൻ ഉണ്ട്. അങ്ങനെ കുറെ പ്രൊവിഷൻസ് ഉണ്ട്. അത് ഓരോന്നും എഴുതുക. അതിന്റെ ലീഗൽ പ്രൊവിഷൻസ് സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് എഴുതുക, ഇല്ലസ്ട്രേഷൻസ് എഴുതുക, കേസ് ലോസ് എഴുതുക. അപ്പൊ അത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് വേണം എസ് എ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. ഒരു എസ് എ ക്വസ്റ്റ്യൻ ഏറ്റവും നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഒരു 9, 8, 9, 10 ഒക്കെ ആയിരിക്കും. അതിന്റെ അപ്പുറത്തോട്ട് കിട്ടണം എന്നില്ല. യൂണിവേഴ്സിറ്റി അങ്ങനെ എല്ലാ ഫുൾ മാർക്ക് ഇട്ട് കൊടുക്കൂലല്ലോ പേപ്പറിൽ.
പ്രോബ്ലം ആണെങ്കിലും വളരെ വൃത്തിക്ക് എഴുതിയ ഒരു 7-8 മാർക്ക് മാക്സിമം കിട്ടും. അതിന്റെ അപ്പുറത്തോട്ട് പ്രോബ്ലത്തിനും കിട്ടൂല. അപ്പോൾ എല്ലാ മാർക്കും നിങ്ങൾക്ക് ഫുള്ളായിട്ട് കിട്ടും എന്ന് ആരും എക്സ്പെക്ട് ചെയ്യരുത്. യൂണിവേഴ്സിറ്റി അങ്ങനെ എന്ത് ചെയ്യില്ല, ഫുള്ളായിട്ട് മാർക്ക് ഒരു പേപ്പറിന് ഇട്ട് കൊടുക്കൂല. ഏറ്റവും നന്നായിട്ട് എഴുതുന്നവർക്ക് 10-8, ഒരു 8.4 അല്ലെങ്കിൽ ഒരു 7.75 ആ ഒരു രീതിക്കൊക്കെ ആയിരിക്കും ഏറ്റവും അടിപൊളി ആൻസേഴ്സിന് മാർക്ക് വരുന്നത്. അപ്പോൾ ഈ രീതിക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടാകുന്നത് എക്സാമിന്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. പാർട്ട് എയിൽ 8 ക്വസ്റ്റ്യനിൽ 6 അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓരോ ക്വസ്റ്റ്യൻ 5 മാർക്ക് വെച്ചായിരിക്കും. ഒരെണ്ണം അറ്റൻഡ് ചെയ്യുന്നതിന് നിങ്ങളൊരു 7, 8, 9 മിനിറ്റ് അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എത്ര സമയം കൊണ്ട് കവർ ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളൊരു കാൽക്കുലേഷൻ നടത്തിയിട്ട് ആ ഒരു ടൈം സ്പാനിൽ നിങ്ങൾ അത് തീർക്കുക. ചില ആൻസേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അതിലധികം നേരം നിൽക്കണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന പ്രൊവിഷൻസ് ചെയ്തിട്ട് 3-4 മിനിറ്റ് കൊണ്ട് അത് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യുക. കാരണം അറിയാവുന്നത് ശേഷം വരുന്നുണ്ടാവും. അപ്പൊ അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പൊ ഈ രീതിക്കായിരിക്കണം നിങ്ങൾ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ. 3 മണിക്കൂറിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എക്സാം തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ തന്നെ നിങ്ങൾ കയറി പേപ്പറിന്റെ അത് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി ഫിൽ ചെയ്ത് വെക്കുക. ബെല്ലടിച്ച ഉടനെ ആൻസർ ഷീറ്റ് തരും. അത് ആൻസർ ചെയ്ത് തുടങ്ങുക. കറക്റ്റ് 3 മണിക്കൂറിന് മുന്നേ എന്ത് ചെയ്യുക, മുഴുവനായിട്ട് എഴുതി തീർക്കുക. ഇതായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം പാറ്റേൺ. ഏകദേശം പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്ക് കിട്ടും, അതിൽ എത്രയാണ് മാക്സിമം മാർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇതായിരിക്കും ജനറൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളത്, ഏതൊക്കെയാണ് എസ് ആയിട്ട് സാധ്യത ഉള്ളത് എന്നുള്ള കാര്യം ഞാൻ ഗ്രൂപ്പിൽ വോയിസ് ആയിട്ട് ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ അകത്ത് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് ചെയ്യാം. അതെന്ത് ചെയ്യാം, ഞാൻ അത് ഇതുപോലെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തിട്ടോ വോയിസ് ആയിട്ടോ പറയാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗം വളരെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു സെഷൻ സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. അതിനനുസരിച്ച് നമുക്ക് ഇനി ആവശ്യമുള്ള സമയങ്ങളിൽ ആവശ്യമുള്ള രീതിയിൽ സെഷൻസ് കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു സെഷന്റെ അകത്ത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെൻഷൻ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.